നമസ്കാരം. അപ്പോൾ രമേശ് നാരായൺ ഇപ്പോൾ അതാണല്ലോ എല്ലാ മീഡിയക്കാരും നോക്കിയിരിക്കുന്ന ഒരു വിവാദം. തീർച്ചയായിട്ടും ആ ഒരു വിവാദത്തിന് കടിഞ്ഞാണിടാൻ പറ്റിയ ഒരു ഐറ്റം ഉണ്ട്. കാരണം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ കണ്ടു പഠിക്കണം ശരിക്കും രമേശ് നാരായൺ. കാരണം തീർച്ചയായിട്ടും ഇദ്ദേഹത്തെക്കാൾ കൂടുതൽ അവാർഡുകൾ, പ്രൈസുകൾ, ഓസ്കാർ അതടക്കം കിട്ടിയിരിക്കുന്ന ആ ഒരു വ്യക്തിക്കുള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ട്. തീർച്ചയായിട്ടും മറ്റുള്ള ഓപ്പോസിറ്റുള്ള ഓരോ കലാകാരനെയും റെസ്പെക്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തെ കണ്ട് പഠിക്കണം എന്നേ പറയൂ. കാരണം ഒത്തിരി വേദികളിൽ അദ്ദേഹത്തെ അവഹേളിച്ചിട്ട് പോലും തിരിച്ചൊരു റിയാക്ട് ചെയ്യാതെ നിൽക്കുന്ന ഒരേ ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ AR റഹ്മാൻ. എത്ര വേദികളാണ് അദ്ദേഹത്തെ അവഹേളിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ലൈവായിട്ട് കണ്ടിരിക്കുന്ന ഒത്തിരി വീഡിയോസ് ഉണ്ട്. യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. സൽമാൻ ഖാൻ അടക്കം അവഹേളിച്ച എത്ര സീനുകൾ നമ്മൾ കണ്ടുമടുത്തു. തീർച്ചയായിട്ടും അദ്ദേഹം ആ ഒരു വേദിയിൽ പോലും റിയാക്ട് ചെയ്യാതെ, തിരിച്ച് അധിക്ഷേപിക്കാതെ അദ്ദേഹത്തിന്റെ തലത്തിൽ തന്നെ നിൽക്കുകയാണ് ചെയ്തത്. അതൊക്കെ ആദ്യം കണ്ടുപഠിക്കണം ഈ രമേശ് നാരായൺ. കലാപരമായിട്ടുള്ള കഴിവുകൾ ഭഗവാൻ സമക്ഷം എന്നേ പറയൂ. തീർച്ചയായിട്ടും ഭഗവാൻ സത്യവത്തായ ഒരു കലാകാരൻ എന്ന് പറയുന്നത് ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുന്നവനായിരിക്കണം. തീർച്ചയായിട്ടും ഭഗവാനെ മാത്രം സ്വീകരിച്ച ഞാൻ എന്ന ഭാവം ഉപേക്ഷിക്കുന്നവനായിരിക്കും യഥാർത്ഥ കലാകാരൻ. തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വേദിയിൽ കാണിച്ചു തന്നത് അതല്ല, അദ്ദേഹത്തിന്റെ മനസ്സിലെ വിഷമാണ് പുറത്തേക്ക് പുറന്തള്ളിയത്. തീർച്ചയായിട്ടും ഒരു അധിക്ഷേപത്തിന്റെ ഒരു കുന്തമുനയാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന ആസിഫ് അലിയെ കുത്തി നോവിച്ചിരിക്കുന്നത്. അത് ആസിഫ് അലിക്ക് മാത്രമല്ല ആ ഒരു കുത്തി കിട്ടിയത്, പ്രേക്ഷകർ ഒന്നടങ്കം. എത്ര പ്രേക്ഷകരാണ് ഇതിനെതിരെ പ്രതികരിക്കുന്നത് ഈ ഓരോ മീഡിയാസിലും. തീർച്ചയായിട്ടും നിങ്ങളുള്ള ഇഷ്ടം ഒരു 100% സീറോയിലേക്ക് ഒറ്റയടിക്ക് പോയി. രമേശ് നാരായൺ എന്ന് പറയുന്ന ഈ ഒരു മ്യൂസിഷ്യനൊന്നും 2024 കാലഘട്ടത്തിലല്ലേ ജീവിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം ആ ഒരു വേദിയിൽ ജീവനോടെ കൂടി തന്നെയല്ലേ വന്നത്. തീർച്ചയായിട്ടും ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ഇല്ലേ, എന്താണ് കലാകാരൻ, എന്താണ് കല എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധം ഇല്ലാതെയാണോ ആ ഒരു വേദിയിൽ പച്ചയ്ക്കൊരു വ്യക്തി അധിക്ഷേപിച്ചത്? ശരിക്കും ഒരു വേദിയിൽ അധിക്ഷേപിക്കുക, പിറ്റേ ദിവസം വന്ന് മാപ്പ് പറയുക, ഞാൻ അറിയാതെ പറ്റിപ്പോയതാണ്, ഞാൻ കണ്ടില്ല, എനിക്കങ്ങനെ കാണാൻ പറ്റില്ല, ആസിഫ് അലി ആയിരുന്നു ആ വന്നതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര മീഡിയാസിനെയും അത്ര പ്രേക്ഷകരെയും മണ്ടന്മാരാക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അദ്ദേഹം ഇപ്പൊ മീഡിയകളോട് പറയുന്നത്. എത്ര പ്രേക്ഷകർ പ്രതികരിക്കുന്നുണ്ട്, എത്ര പ്രേക്ഷകർ നിങ്ങളുടെ മനസ്സ് വായിച്ചറിഞ്ഞു ഈ ഒരു ദിവസം അല്ലെങ്കിൽ 1.5 ദിവസം കൊണ്ട്. ഇന്നലെ മീഡിയക്ക് മുമ്പിൽ വന്ന അദ്ദേഹം ഒത്തിരി അദ്ദേഹത്തിന്റെ സ്വരൂപം വിളമ്പിയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിളമ്പലിനെ ഒരു റിയാക്ഷൻസ് ആണ് ഈ ഒരു പ്രേക്ഷകർ ഇപ്പോൾ തിരിച്ചു വിളമ്പുന്നത്. അപ്പൊ നിങ്ങൾക്ക് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. കാരണം നിങ്ങളുടെ പ്രവൃത്തിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു ആൻസർ ആണ് പ്രേക്ഷകർ തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് സന്തോഷത്തോടെ സ്വീകരിക്കാന്ന് മാത്രമേ, അല്ലാതെ കിടന്ന് പൊട്ടിക്കരഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ എന്നെ മീഡിയാസ് ആക്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. പക്ഷേ ഇപ്പോഴും തികച്ചും തീർച്ചയായിട്ടും മാന്യനായ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ആക്ടർ, അദ്ദേഹം ഇപ്പോഴും നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അദ്ദേഹത്തെ തിരിച്ച് റെസ്പെക്ട് ചെയ്യാം. അല്ലാതെ ഇന്നലെ കാണിച്ചതുപോലെ ഇനിയുള്ള വേദികൾ ഇതുപോലെ തന്നെയാണ് ആവർത്തിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോടുള്ള ഒരു റെസ്പെക്ട് ഇപ്പൊ വെറും 25% മാത്രമേ നിങ്ങളോട് ഇഷ്ടം ഉണ്ടാവുള്ളൂ. കാരണം ബാക്കിയൊക്കെ ഇന്നലത്തോടുകൂടി തീർന്നുപോയി. ഇനി ആ ഉള്ള 25% പോകണം എന്നുണ്ടെങ്കിൽ ഇനിയും വേദികൾ ഇതുപോലെ കാണിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് എനിക്കും പ്രേക്ഷകർക്കും പറയാനുള്ളത്. ശരിക്കും അദ്ദേഹത്തിന്റെ ഒരു അഹങ്കാരമാണ് കാണിച്ചിരിക്കുന്നത്. കാരണം ഞാൻ 10 അടി വലിപ്പമുള്ള രാജാവാണ്, അല്ലെങ്കിൽ 10 അടി വലിപ്പമുള്ള കലാകാരനാണ്. എനിക്കിപ്പോൾ ഈ മൊമെന്റം തരുന്ന ഒരു വ്യക്തി, നിസ്സാരക്കാരൻ, ഏതൊരു 5-6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, അവനൊക്കെ ഇത്ര റെസ്പെക്ട് ചെയ്താൽ മതി എന്നുള്ളൊരു അയാളുടെ ഫേസിലുണ്ടായ ഒരു എക്സ്പ്രഷൻ അതാണ്. തീർച്ചയായിട്ടും അത് ഓപ്പൺ ആയിട്ട് എല്ലാ പ്രേക്ഷകർക്കും കാണാൻ സാധിച്ചൊരു വ്യൂ അതാണ്. ആ ഒരു അഹങ്കാരത്തിന്റെ വേറെ തലത്തിലുള്ളൊരു അവസ്ഥയാണത്. തീർച്ചയായിട്ടും പ്രേക്ഷകരൊക്കെ ശരിക്കും മുൾമുനയിൽ നിർത്തുന്ന രംഗങ്ങളാണ് കഴിഞ്ഞ ദിവസം മീഡിയയിൽ കാണാൻ സാധിച്ചത്. വേറൊരു പ്രാധാന്യമുള്ള ഒരു കാര്യം പറയാനുണ്ട്. സംഗീതം പൊഴിക്കുന്ന മനസ്സുകളിൽ വിഷം കുത്തി നിറയ്ക്കാതിരിക്കുക, അതേ എനിക്ക് പറയാനുള്ളൂ. ഈ പറയുന്ന രമേശ് നാരായൺ എത്ര മഹാനായ മ്യൂസിഷ്യൻ ആയാലും ഈ ചെയ്തത് വളരെ ചെറ്റത്തരമാണ്. അപ്പൊ പ്രേക്ഷകരുടെ കമന്റ്സിനായി വെയിറ്റിംഗ്.